ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മുൻപൊക്കെ പെട്ടിക്കടയിൽ കിട്ടിയിരുന്ന നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊരു ടേസ്റ്റല്ലേ ആ അച്ചാറിന്. അത് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും, നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നതും അങ്ങനെ ഒരു നാരങ്ങ അച്ചാറാണ്. ഇതിൽ എണ്ണയോ യാതൊരു പ്രിസർവേറ്റീവോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു തരാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 10-20ഓളം നാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഈർപ്പമൊന്നും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നാരങ്ങയിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകരുത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിലും ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. അപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ പൂത്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഈ നാരങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ചെറിയ പീസസ് ആയിട്ടോ 4ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നാരങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ വെയിലത്ത് വെക്കുകയാണ്. എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കാൻ കുഴപ്പമില്ല. വെയിലത്ത് വെച്ചതിന് ശേഷം ഇതെടുക്കാം. ഇപ്പം നാരങ്ങ ഞാൻ വെയിലത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. വെയിലത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്ന നാരങ്ങയും പാത്രത്തിലും യാതൊരു ഈർപ്പവും ഉണ്ടാകരുത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ വെള്ളം നാരങ്ങയുടെയും ഉപ്പിൻ്റെയും നീരാണ് കേട്ടോ. ഇപ്പം മഴ സീസൺ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എടുക്കുന്ന നാരങ്ങയുടെ പുറത്ത് വെള്ളം ഉണ്ടാവരുത് എന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഇട്ടാൽ മതിയാകും. ഉലുവ ഒരുപാട് ഇടണ്ട, ചെറിയൊരു കയ്പുണ്ടാകും. ഇത് 1/4 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ നാരങ്ങയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുപ്പിയിലേക്ക് മാറ്റാം. എടുക്കുന്ന കുപ്പിയിലും യാതൊരു ഈർപ്പവും കാണാൻ പാടില്ല. നന്നായി തുടച്ച് വൃത്തിയാക്കണം. ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ചാലും നന്നായിരിക്കും. ഇതിൽ യാതൊരു പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കുന്നില്ല. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല. കറിവേപ്പില ചേർക്കുന്നില്ല. ഇതാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത. ഇനി കുപ്പിയിൽ നാരങ്ങ നിറയ്ക്കുന്നതിനുമുണ്ട് ഒരു പ്രത്യേകത. ഇത് രണ്ടാമത്തെ ടിപ്പാണ്. നമ്മൾ കുപ്പിയിലേക്ക് നാരങ്ങ നിറയ്ക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് വേണം നാരങ്ങ കുത്തി നിറയ്ക്കാൻ. ഒരു ഗ്യാപ്പും ഉണ്ടാകാൻ പാടില്ല. ഓരോ പ്രാവശ്യം നാരങ്ങ നിറയ്ക്കുമ്പോഴും സ്പൂൺ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം. അങ്ങനെ വേണം കുപ്പിയിൽ നാരങ്ങ നിറച്ചെടുക്കാൻ. ഇവിടെ ഇപ്പം ഞാൻ മുഴുവനും അങ്ങനെയൊക്കെ നാരങ്ങ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യാതൊരു പ്രിസർവേറ്റീവും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന്. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ ഉപയോഗിക്കുന്നത് നാരങ്ങ നീരാണ്. 1-2 നാരങ്ങ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായി അടച്ചു കൊടുക്കണം. എയർ ഒന്നും കയറാൻ പാടില്ല. നല്ല ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കണം. നല്ല ടൈറ്റുള്ള അടപ്പായിരിക്കണം അടയ്ക്കേണ്ടത്. ഇത് നമുക്കിനി 1-1.5 മാസം കഴിഞ്ഞ് എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ നന്നായി അഴുകി റെഡിയായി കഴിയും. 1.5 മാസം കഴിഞ്ഞേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അത്രയ്ക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞും എടുക്കാം. കുറച്ച് കൂടുതൽ കാലം ഇരിക്കുന്നതാണ് അച്ചാറിന് നല്ലത്. ഞാൻ ബാക്കിയുള്ള നാരങ്ങ കൂടി കുപ്പികൾ നിറയ്ക്കുന്നുണ്ട്. ക്ഷമയില്ലാണ്ട് അച്ചാർ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അടപ്പ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അങ്ങനെ ആയാൽ നമ്മുടെ അച്ചാർ പൂപ്പൽ കയറിപ്പോവും. ക്ഷമയോടെ കാത്തിരുന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കഴിക്കാം.
ഇത് ഞാൻ ഇതിന് മുമ്പ് ഇട്ട് വെച്ച അച്ചാറാണ്. 1-1.5 മാസം പഴക്കമുണ്ടാവും. യാതൊരു പൂപ്പലും ഇല്ല, നന്നായി അഴുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ അച്ചാർ. ആ പുതുനാരങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞെന്ന് ഈ 2 ടിപ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പികളാവാൻ പാടില്ല. ഇതുപോലെയുള്ള കുപ്പികൾ നിറയ്ക്കുന്നതായിരിക്കും അച്ചാറിന് നല്ലത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്